നമസ്കാരം ഹരിച്ചേട്ടാ, പുതുവർഷ നമസ്തേ ആശംസകൾ. പ്രശാന്ത്. മീഡിയ മലയാളത്തിനും കുടുംബത്തിനും പുതുവത്സരാശംസകൾ. ഈ വർഷം നമുക്ക് വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ഹരിച്ചേട്ടാ. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ ഭീകരവാദികൾ, ഭീകര സംഘടനകൾ, ഇത് കേരളത്തിൽ ഉണ്ടോ? ഇതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു, ചില തെളിവുകളൊക്കെ പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇതിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് എതിരായ പല കാര്യങ്ങളും വരുന്നുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? കേരളത്തിൽ ഭീകരവാദികൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്, അതുപോലെ തന്നെ കേരളത്തിൽ ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ, ഉറങ്ങിക്കിടക്കുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ടോ, ഈ ചോദ്യത്തിന് ഇല്ല എന്നാണ് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന മറുപടികൾ തരുന്നത്. പക്ഷേ അതിന് ഏറ്റവും ഒടുവിൽ, അതായത് കേവലം ഒരു ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള മറുപടിയുണ്ട്. ഞാൻ വ്യക്തിപരമായി പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പകരം ഞാൻ വസ്തുതകള്, സംഭവങ്ങള്, ഔദ്യോഗിക പ്രസ്താവനകള് ഇത് ഞാൻ ഉദ്ധരിക്കാം. വസ്തുതകളും കണക്കുകളും കളയില്ല. മനുഷ്യന് ചിലപ്പോൾ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം, വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കും താല്പര്യം ഉണ്ടാകാം. പക്ഷെ കണക്കുകൾക്ക് താല്പര്യമില്ല. ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് കുറച്ച് ദിവസങ്ങൾ, ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ഷാബ് ഷെയ്ഖ് എന്ന അൽഖ്വയ്ദ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് AQIS അതിൻ്റെ നേതാവായ ഷാബ് ഷെയ്ഖ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനാണ്. ഇയാളെ ആസാം പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പും കേരള പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം ആസാം പോലീസ് പറഞ്ഞത് ഇയാൾ കേരളത്തിലെ സ്ലീപ്പർ സെല്ലുകളെ, അൽഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കാനും സജീവമാക്കാനും വേണ്ടി കേരളത്തിൽ എത്തിയാണ്. മാത്രമല്ല RSSന്റെയും BJPയുടെയും നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യം വെച്ചാണ് അയാൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ഈ വിഷയത്തിലുള്ള ഔദ്യോഗിക പ്രസ്താവന. ഇനി നമുക്ക് പിറകോട്ടൊന്ന് നടന്നു നോക്കാം. 2021 അന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫായിരുന്ന DGP ലോകനാഥ ബെഹ്റ, ലോകത്തിന്റെ മുഴുവൻ നാഥനായ ബെഹ്റ, ആ ബെഹ്റ റിട്ടയർമെന്റിന് ഒരു 25 ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കേരളത്തിൽ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇങ്ങനെ കേരളത്തിൽ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി കേരള പോലീസ് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്ക് കൗൺസിലിംഗ്, വീട്ടുകാർക്ക് ഉപദേശങ്ങൾ, ഇങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്ന് ലോകനാഥ് ബെഹ്റ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ പിണറായി വിജയൻ ഇത് നിഷേധിച്ചു. ഇത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സത്യത്തെ അംഗീകരിക്കില്ല. അതായത് കേരളത്തിലെ ഇപ്പം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ, ഞാൻ കുറെ സംഭവങ്ങൾ പറയാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേരളത്തിൽ തീവ്രവാദം ഉണ്ടോ, സ്ലീപ്പർ സെൽ ആണോ എന്നുള്ളത്. 2008 കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ്, കാശ്മീരിൽ ഒരു എൻകൗണ്ടർ നടന്നു, ഇന്ത്യൻ സൈന്യവും ലഷ്കർ-ഇ-തയ്യബയും തമ്മിൽ. ആ ഏറ്റുമുട്ടലിൽ 4 മലയാളി ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. അവർ കണ്ണൂരുകാരും വടക്കൻ കേരളത്തിലുള്ളവരായിരുന്നു. ഇവരെ റിക്രൂട്ട് ചെയ്തത് തടിയന്റെ അവിടെ നസീർ എന്ന് പറയുന്ന ലഷ്കർ-ഇ-തയ്യബയുടെ സൗത്ത് ഇന്ത്യൻ കമാൻഡർ എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവർ പാകിസ്ഥാൻ തീവ്രവാദികളോടൊപ്പം ചേർന്നിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോരാടിയത്. ഈ കേസ് കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കേസിൽ ഏതാണ്ട് 22ഓളം പ്രതികളുണ്ടായിരുന്നു. ഇതിൽ 2 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 3-4 പേരെ വെറുതെ വിട്ടു. ബാക്കിയുള്ള ചിലര് കോടതി അവരെ ശിക്ഷിച്ചെങ്കിലും പിന്നെ വിധിക്കെതിരെ അപ്പീൽ പോയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കേസിന്റെ പേര് തന്നെ കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് എന്നാണ്. ഇനി പറയട്ടെ, കേരളത്തിൽ തീവ്രവാദി ഉണ്ടോ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 2016 ആയപ്പം കേരളത്തിൽ നിന്നും 30ഓളം പേര് ISIS റിക്രൂട്ട്മെന്റ്, ഇസ്ലാമിക് സ്റ്റേറ്റിൽ റിക്രൂട്ട് ചെയ്തു. കാസർഗോഡ് പഠന ഭാഗത്തുള്ളവരായിരുന്നു ബഹുഭൂരിപക്ഷവും. അതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. മനസ്സിലായി? ഇവരൊക്കെ വിദ്യാസമ്പന്നരായ ആൾക്കാരായിരുന്നു. ഇവരൊക്കെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയിട്ട് പോരാട്ടത്തിന് വേണ്ടി പോയതാണ്, ജിഹാദിന് വേണ്ടി പോയതാണ്. ഇത് റിക്രൂട്ട്മെന്റ് അല്ലേ? പിന്നെ ഈ 2020 ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ സ്ഫോടനം, ആ ഈസ്റ്റർ സ്ഫോടനത്തിലെ പ്രതികൾ പരിശീലനത്തിനായി കാശ്മീരിലും കേരളത്തിലും എത്തിയിരുന്നു എന്ന് പറഞ്ഞത്
ഞാനല്ല. പറഞ്ഞത് ശ്രീലങ്കൻ സൈന്യമാണ്. ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് BBC ആണ്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആരും അത് ശ്രദ്ധിക്കാത്തത്? അതിന്റെ കാരണം ഞാൻ പറയാം. ആ ഇതിൽ പുട്ടിങ് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ് എന്ന് പറയും. അതായത് ആ വസ്തുതകളെ നിരത്തി വെച്ച് ഇവ തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിച്ചെടുക്കുക. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യില്ല. അത് മനഃപൂർവ്വം ചെയ്യാത്തതാണ്. ഇതുകൊണ്ടാണ് ഇവിടെ ആരും ഇത്തരം ഇതുകൾ മനസ്സിലാക്കാതിരിക്കുന്നത്. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും അങ്ങീ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ഭീകരവാദ സ്ലീപ്പർ സെല്ലുകളുടെ കേരളത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളും എന്താണ് പറയുന്നത്? അതിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ അങ്ങേക്ക് നൽകാനുണ്ടോ? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പല അന്താരാഷ്ട്ര സംഭവങ്ങളിലും കേരളത്തിൽ നിന്നുള്ള തീവ്രവാദികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. കേരളത്തിലാണ് ശ്രീലങ്കയിലെ ഈസ്റ്റർ സ്ഫോടനം നടത്താൻ തയ്യാറെടുത്തവരും നടത്തിയ പ്രതികൾ കേരളത്തിലാണ് വന്ന് ട്രെയിനിങ് കിട്ടിയതെന്ന് ശ്രീലങ്കൻ സൈന്യം പറഞ്ഞു. ശ്രീലങ്കൻ ആർമി ചീഫാണ് അന്ന് പറഞ്ഞത്. അതുപോലെ അതിഭീകരമായ ഒരു കാബൂളിലെ ഒരു സിഖ് ഗുരുദ്വാരയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ കാസർഗോഡ് തൃക്കരിപ്പൂരുകാരനായ അയാളുടെ പേര് എനിക്ക് തോന്നുന്നത് നവാസ് എന്നോ മറ്റോ ആണ്, അയാൾ ഉൾപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതാരും നിഷേധിച്ചിട്ടില്ല. ഒരു ഡ്രോൺ ആക്രമണത്തിൽ, അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ ഒരു മലയാളി യുവാവ് അൽ-ഖ്വയ്ദയുടെ പോരാളിയായിരുന്നു, അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നു. ഈ കേരളത്തിലെ നിന്നുള്ള റിക്രൂട്ട് ചെയ്യപ്പെട്ട തീവ്രവാദികൾ സിറിയ, യമൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി പല പ്രദേശങ്ങളിലും സമാധാനം തകർക്കുന്നുണ്ട് എന്നുള്ളത് ഇന്റർപോളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BBC അല്ലെങ്കിൽ അമേരിക്കൻ പ്രസ് ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറല്ല. അപ്പൊ ഞാൻ അതിനകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രശാന്ത് ചോദിച്ചോളൂ. അതായത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം 2 കൊല്ലം മുമ്പ് വരെ എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് കേരളത്തിലെ ഈ തീവ്രവാദ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ആർക്കും ഞാൻ ഇതുവരെ ഒരു തീവ്രവാദിയെ കണ്ടിട്ടില്ല. എൻ്റെ കുടുംബത്തിലെ ആരും തീവ്രവാദികളെ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തീവ്രവാദികൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ കേരളത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് അങ്ങ് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അപ്പൊ പുള്ളി പറഞ്ഞു, എന്നാ ഒരു വാർത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ 1 അല്ല 2 വാർത്ത പറഞ്ഞില്ല. ഒന്ന് 2003 തോന്നുന്നു, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഫോടനം ഉണ്ടായി. ഒരു ചോറ് കൊണ്ടുപോകുന്ന പാത്രത്തിലാണ് പൊട്ടിത്തെറിച്ചു. 3ഓളം പേര് മരിച്ചു. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ജിഹാദി സംഘം, അവിടുന്ന് വന്ന ഗ്രൂപ്പുകളായിരുന്നു അതിന്റെ പിന്നിലുള്ളത്. ഈ വസ്തുത അന്നത്തെ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഫോടന കേസ്. ഇദ്ദേഹം മിണ്ടുന്നില്ല, ഇദ്ദേഹത്തിന് മറുപടിയില്ല. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കേരളത്തിന് പുറത്തുള്ള തെക്കൻ തിരുവിതാംകൂറിലുള്ള ഒരു ജില്ലക്കാരനാണ്. ഞാൻ പറഞ്ഞു, താങ്കളുടെ ജില്ല കന്യാകുമാരി ജില്ലയാണ്, കുറച്ചുകൂടെ സത്യമായിട്ട് അത് പറയാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജില്ലാതിർത്തിയായിട്ടുള്ള സ്ഥലത്ത് കളീക്കവിളയിൽ വെച്ചിട്ട് ഒരു സബ് ഇൻസ്പെക്ടറെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. അതായത് ഇത് വിദേശങ്ങളിൽ യൂറോപ്പിലൊക്കെ നടക്കുന്ന ലോൺ വുൾഫ് അറ്റാക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള തീവ്രവാദി ആക്രമണമായിരുന്നു. എന്നിട്ട് ഈ തീവ്രവാദികൾ കേരളത്തിലേക്കാണ് രക്ഷപ്പെട്ടത്. അവർ തിരുവനന്തപുരത്ത് വന്നു, അവർ കൊച്ചിയിലും തങ്ങി. അവർ ആയുധങ്ങൾ, തോക്കും മറ്റായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് കൊച്ചിയിലായിരുന്നു. അത് പോലീസ് കണ്ടെടുത്തു. ഇതെല്ലാം തീവ്രവാദ ആക്രമണങ്ങളല്ലേ? പിന്നെ കേരളത്തിൽ എത്രയോ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു, എത്രയോ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെന്താണ് നിങ്ങൾ പിന്നെ മറുപടി പറയാത്തത്? ഇദ്ദേഹം മിണ്ടുന്നില്ല. അടുത്ത ദിവസം തൊട്ട് അദ്ദേഹം എന്നെ സംഖ്യയായി മുദ്രകുത്തുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹം ഞാനുമായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കുകയും ചെയ്തു. കേരളത്തിലെ ശരാശരി പത്രപ്രവർത്തകരുടെ ഒരു നിലപാടാണ്. അതിന് ഇംഗ്ലീഷിൽ പറയും കൺഫർമേഷൻ ബയസ് എന്ന് പറയാം. അതായത് സത്യം പറഞ്ഞാലും തെളിവ് കൊടുത്താലും നമ്മൾ അംഗീകരിക്കത്തില്ല. അതൊരു മാനസിക പ്രശ്നമാണ്. ചോദിച്ചോളൂ. തീർച്ചയായിട്ടും. നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് നമുക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇതിനെ ഒന്നും കാണാതെ, ഇതിനെ ഒന്നും വകവയ്ക്കാതെ, ഇതൊന്നും കണക്കിലെടുക്കാതെ കേരളത്തിൽ ഭീകരതയില്ല, തീവ്രവാദ പ്രവർത്തനമില്ല, ഈ ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകളില്ല എന്ന് പറയുന്നു? ഇത് വളരെ വ്യക്തമാണ്. അവരുടെ ലക്ഷ്യം വോട്ട് ബാങ്കാണ്. വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്.
കേരളത്തിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റോ തീവ്രവാദികളോ ഇല്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരുത്താറുമുണ്ട്. ജയരാജന്റെ കണ്ണൂരെ പഴയ ജില്ലാ സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറുമായ ജയരാജന്റെ ആത്മകഥയിൽ ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യവും അതുപോലെ തന്നെ പിന്നെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് CPMന്റെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ ഈ വിഷയങ്ങൾ രസമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പിണറായി തന്നെ ചില സമയത്ത് അദ്ദേഹം തീവ്രവാദികൾ ഉണ്ടെന്ന് പറയും, ചില സമയത്ത് ഇല്ലെന്ന് പറയും. അപ്പൊ ഇവര് ഈ ജനത്തെ കണ്ണ് കെട്ടിക്കൊണ്ട് ഇത് രാഷ്ട്രീയക്കാരും ഇവിടെ അടങ്ങുന്ന, അത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ BJP പോലും ഇത്തരം വിഷയങ്ങൾ വേണ്ടത്ര അവധാനതയോടെ കൈകാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ഇവര് അവരുടെ ഒരു നറേറ്റീവ്സ് ഇവിടെ സൃഷ്ടിക്കുകയാണ്, ആഖ്യാനങ്ങൾ. ആ ആഖ്യാനങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവരിത് പറയും, ആവശ്യമില്ലാത്തപ്പോൾ അവർ പറയും ഇങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറയും. കേരളത്തിലെ മതേതരത്വത്തെ പുകഴ്ത്തും, കേരളത്തിലെ സമാധാനത്തെ പുകഴ്ത്തും, ഇതെല്ലാം ചെയ്യും. പക്ഷെ തിരിച്ച് ഇവർ സംസാരിക്കുന്ന അവസരങ്ങളും ഉണ്ട്. അത് കുറവാണെങ്കിലും അവർ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനാണ് അടവ് നയം എന്നാണ് കേരളത്തിൽ ഈ രാഷ്ട്രീയ കള്ളക്കളിക്ക് അവരിട്ടിരിക്കുന്ന ഓമന പേര്. ഇത് 1967 തൊട്ട് തുടങ്ങിയതാണ്, അത് ഇന്നും തുടരുന്നുണ്ട്. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ. തീർച്ചയായിട്ടും അങ്ങ് ഈ വിഷയത്തിൽ സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചും ഭീകര സംഘടനകളെക്കുറിച്ചും വളരെ വ്യക്തമായി, കാര്യമാത്ര പ്രസക്തമായി സംസാരിച്ചു. നമ്മുടെ പ്രേക്ഷകർക്ക് അതേക്കുറിച്ച് നല്ല അറിവും ബോധവും അങ്ങയുടെ ഈ സംസാരത്തിൽ നിന്നുണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും ഇത്തരം വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി പുതുവർഷം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.